വെൽക്കം ടു ഗ്രാൻഡ് മദർ ടിപ്സ്. ഇന്നത്തെ വീഡിയോ നമ്മൾ കാണിക്കുന്നത് വെളിച്ചെണ്ണ വെച്ചിട്ട് എങ്ങനെ ബദാം ഓയിൽ ഉണ്ടാക്കിയെടുക്കാമെന്നാണ്. അപ്പോൾ നമുക്ക് അതിന് മുമ്പായിട്ട് വളരെ സന്തോഷമുള്ളൊരു കാര്യം അറിയിക്കട്ടെ. നമ്മുടെ ഗ്രാൻഡ് മദർ ടിപ്സ് എന്ന ചാനൽ 100,000 സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കണമാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരോട് നന്ദി അറിയിക്കുന്നു. നമ്മളെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ വീഡിയോസ് എല്ലാം കണ്ട് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും നമ്മൾ നന്ദി അറിയിക്കുന്നു. ഇനിയും തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് വേണം. അപ്പോൾ അതുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് നമ്മളുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ബദാം ഓയിൽ എന്ന് പറയുമ്പോൾ പലർക്കും അറിയില്ല എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത്. നമ്മളെ മാർക്കറ്റിൽ ഭയങ്കര വിലയാണ് ഇതിന്. പിന്നെ നമ്മൾ ബദാം മിക്സിയിലൊക്കെ അടിച്ച് അതിൻ്റെ പാലൊക്കെ എടുത്ത് കാച്ചി അങ്ങനെയൊക്കെ ആക്കി കഴിഞ്ഞാൽ ഭയങ്കര വിലയാണ്. നമുക്കത് വെച്ചിട്ട് ഒരിക്കലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റില്ല. നമുക്കത് ഫിനാൻഷ്യലി നമുക്ക് പോസിബിൾ അല്ല. പിന്നെ നമ്മൾ കടയിൽ മേടിക്കാൻ പോകുന്നതിൽ കുറച്ച് ആർട്ടിഫിഷ്യൽസ് അത് ഇത് അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ചേർത്തിട്ടുണ്ട്. അതും നമുക്ക് ഹെൽത്ത് നല്ലതല്ല. അപ്പോൾ നമുക്ക് വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. ബദാം അധികമൊന്നും ആവശ്യമില്ല. നമുക്ക് വെളിച്ചെണ്ണയിൽ നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഒരാഴ്ചയ്ക്ക് നമുക്ക് മുഖത്തൊക്കെ നമ്മുടെ കയ്യിലൊക്കെ തേക്കാനായിട്ട് ഒരു 100 ഗ്രാം അല്ലെങ്കിൽ ഒരു 50 ഗ്രാം വെളിച്ചെണ്ണയ്ക്ക് വേണ്ട രീതിയിൽ നമുക്ക് ബദാം ഓയിൽ ഉണ്ടാക്കിയെടുക്കാമെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ കൂട്ടുകാർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കൊരു 4-5 ബദാം എടുക്കാം. കണ്ടില്ലേ, ഒരു ബദാം ഇത്രയും മതി. നമുക്ക് ഒരാഴ്ചയ്ക്കുള്ളത് ചെയ്തെടുക്കാം. അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല, വളരെ ഈസിയാണ്. നമുക്കൊരു എണ്ണ ഇതാക്കണ പരിപാടിമാരൊന്നുമില്ല. പിന്നെ നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു ഇതിലിട്ടിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. മിക്സിയിലിട്ടിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം, അല്ലെങ്കിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പം ഞാനൊന്ന് ക്രഷ് ചെയ്തെടുക്കട്ടെ ഇത്. അപ്പം ഞാനിത് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് വേണ്ട വെളിച്ചെണ്ണ നമ്മൾ എടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നമ്മൾ നല്ല വെളിച്ചെണ്ണ ആയിരിക്കണം. നമ്മൾ കടയിൽ നിന്ന് മേടിക്കാതെ ആട്ടിയ വെളിച്ചെണ്ണ ആയിരിക്കും. ഞാനിപ്പോൾ ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന വെളിച്ചെണ്ണയാണിത്. അപ്പം നമുക്ക് ഇതെടുത്തിട്ട് നമ്മൾ പൊടിച്ചതെടുത്തിട്ട് ഇതിലിട്ട് കൊടുക്കാം. ഓക്കെ, നമ്മളിപ്പോൾ ഒരു 6-7 ബദാം എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല അതിങ്ങനെ ഒരു പൊടിയണ രീതിയിലാക്കിയ ശേഷം നമുക്കിതൊന്ന് ഇനി നമുക്ക് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇതൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പം ഞാൻ അതേ പാത്രം ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നമ്മൾ തിളപ്പിച്ചെടുക്കുക. ചെറു തീയിൽ വേണം ഇത് തിളപ്പിച്ചെടുക്കാൻ. തിളച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എണ്ണ തിളച്ച് കഴിഞ്ഞ് ചെറു തീയിൽ 10 മിനിറ്റോളം നമ്മളിത് തിളപ്പിക്കാം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ തിളപ്പിച്ച ശേഷം ഒരു 3-4 ദിവസം നമ്മൾ ഇതിൽ നിന്ന് ബദാം എടുത്ത് മാറ്റി കളയരുത്. അതിൽ തന്നെ ഇരുന്നോട്ടെ. അതിനുശേഷം നമുക്കത് മുഖത്തും എല്ലാം യൂസ് ചെയ്യുന്നതിന് നമുക്ക് തേച്ചേക്കാവുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ അത് അതിൽ തന്നെ കിടന്നോട്ടെ. നമുക്ക് അതിൽ തന്നെ നമ്മൾ കുറച്ച് വേണ്ടതെടുത്ത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാം തിളച്ച് വരുന്നുണ്ട്. ചെറു തീയിലിടാൻ പാടുള്ളൂ. നമ്മളത് കരിയിച്ച് കളഞ്ഞാൽ അതിൻ്റെ കംപ്ലീറ്റ് എഫക്റ്റും പോവും. ഏത് എണ്ണയും കാച്ചുമ്പോൾ ചെറു തീയിലേ കാച്ചാൻ പാടുള്ളൂ. അപ്പം നല്ലോണം തിളക്കണ്ടേ. നമ്മൾ ഇത് തിളച്ച ശേഷം 10-15 മിനിറ്റ് ചെറുതീയിലിടുക. പിന്നെ ഇതിൻ്റെ ബദാമിൻ്റെ ഒരു കളറൊക്കെ മാറും. അതായത് അതിൻ്റെ ഉള്ളിലെല്ലാം തോലിൻ്റെ കളറ് ചെറുതായി ഒന്ന് ചേഞ്ച് ചെയ്യുമ്പോഴാണ് നമ്മൾ തീയെ ഓഫാക്കേണ്ടത്. ഇപ്പം നമ്മൾ ചെറുതീയിലാണ് ഇട്ടിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഈ തോലിൻ്റെയൊക്കെ കളർ കുറച്ച് ഡാർക്കായി വരും. കണ്ടോ, അങ്ങനെ ആകുമ്പോഴേ നമ്മളത് നിർത്താൻ പറ്റില്ല. പിന്നെ അത് പൊടിച്ചിടണം നിർബന്ധമില്ല. കാരണം എണ്ണയിലിട്ട് വെട്ടിത്തിളയ്ക്കുമ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് സത്തുക്കൾ ആ എണ്ണയിലേക്ക് ഇറങ്ങും. ഇനി പൗഡറാക്കി ആണെങ്കിൽ നിങ്ങൾക്ക് ബദാം ഇടാൻ പറ്റുന്നതാണ്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ബദാമിൻ്റെ കളറ് ചേഞ്ച് ചെയ്ത് വന്നു തുടങ്ങി. അപ്പം നമ്മുടെ ബദാം ഓയിൽ റെഡി ആയിട്ടുണ്ട്. കണ്ടല്ലോ, ഇപ്പം അതിൻ്റെ കളറ് കണ്ടോ മാറിയിരിക്കുന്നത്. കരിഞ്ഞിട്ടില്ല, പക്ഷേ ഇതുമാതിരി ആയിരിക്കണം. ഇതുമാതിരി ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബദാം ഇതിൽ തന്നെ 2-3 ദിവസം കിടക്കട്ടെ. എന്നിട്ട് നമുക്കത് യൂസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഓയിൽ കഴിയുന്നവരെയും ഈ ബദാം അതിൽ തന്നെ ഇരുന്നോട്ടെ. നിങ്ങൾക്ക് പൊടിച്ചിട്ടാണെങ്കിലും ഇട്ട് തിളപ്പിക്കാവുന്നതാണ്. ഏത് രീതിയിലും ചെയ്തെടുക്കാം. എല്ലാത്തിനും ബെനിഫിറ്റ് ഒന്ന് തന്നെയാണ്. അപ്പം നമ്മൾ ഇനി ബദാം ഓയിൽ മേടിക്കാൻ വേണ്ടി കടയിലും പോകണ്ട. അതേപോലെ തന്നെ ഈ ബദാം അരച്ച് നമ്മൾ മിക്സിയിൽ വെള്ളമൊക്കെ ഒഴിച്ച് അടിച്ചെടുത്ത് അതിൻ്റെ പാലൊക്കെ എടുത്ത് തിളപ്പിച്ച് നമ്മൾ അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അത് നമുക്ക് ഒരുപാട് സാമ്പത്തികമായിട്ട് നമുക്ക് ഒരുപാട് പൈസ പോകും. നമുക്ക് അത്ര കിട്ടില്ല അതിൻ്റെ ബെനിഫിറ്റ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ ഗുണമാണ്. അതേപോലെ തന്നെ നമുക്ക് ഒരുപാട് യൂസാണ്. ബദാം ഓയിലിൻ്റെ യൂസസ് അറിയാലോ. നമ്മുടെ സ്കിന്നൊക്കെ സോഫ്റ്റ് ആവാനും കുഞ്ഞുങ്ങളുടെ മാതിരി നമ്മുടെ സ്കിന്ന് വളരെ സോഫ്റ്റ് ആവാനും തിളക്കം വെക്കാനൊക്കെ വളരെ നല്ലതാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ ഡെയിലി കുളിക്കുന്നതിന് മുമ്പായിട്ട് ഫേസിലും കയ്യിലും കാലിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ വലിയവർക്കും അത് ചെയ്യാവുന്നതുണ്ട്. കിടക്കുന്നതിന് മുമ്പ് ഫേസിലൊക്കെ അപ്ലൈ ചെയ്താൽ വളരെ നല്ലതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ കുട്ടികളെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുമാതിരി നല്ല വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്.
അതുപോലെ നമുക്ക് ഫേസ്ബുക്ക് പേജ് ഉണ്ട്, ഗ്രാൻഡ് മദർ ടിപ്സ് എന്നാണ് പേര്. അപ്പോൾ ആ പേജ് ലൈക്ക് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് അതിൽ ഞങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ്. താങ്ക് യു.